ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഒരു റിവൈവലിന് സാധ്യത ഉണ്ടോ? തീർച്ചയായിട്ടും ഉണ്ട്. ഇന്ത്യയിൽ ബി ജെ പിക്ക് ഒരു ഓൾട്ടർനേറ്റീവ് എന്ന് പറഞ്ഞാൽ കോൺഗ്രസ് മാത്രമാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും വേരുകളുള്ള, ജനങ്ങളുള്ള, പ്രവർത്തകരുള്ള ഒരു വലിയ പ്രസ്ഥാനമാണ് കോൺഗ്രസ്. കുറച്ച് ആളുകൾ അധികാരമോഹം കൊണ്ട് വിട്ടുപോയി എന്ന് വെച്ചാൽ പാർട്ടി ഇല്ലാതാവില്ല. നിങ്ങൾക്ക് എല്ലായിടത്തും കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. ബി ജെ പി ഫീൽഡ് ചെയ്തിരിക്കുന്നതിൽ 4-1 സ്ഥാനാർത്ഥികൾ കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടെ മറ്റു പാർട്ടികളിൽ നിന്ന് വന്നു ചേർന്നവരാണ്. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കോൺഗ്രസ്സുകാരാണ്. ഇപ്പോൾ കോൺഗ്രസിന്റെ, ഇപ്പോൾ താങ്കൾ യൂത്ത് കോൺഗ്രസിന്റെ അല്ലെങ്കിൽ NSUAയുടെ ഭാഗമായി ദേശീയ തലത്തിൽ പ്രവർത്തിക്കുമ്പോൾ സഹപ്രവർത്തകരായിരുന്ന വലിയൊരു ആളുകൾ ഇന്ന് ബി ജെ പിയിലാണ്. അതൊരു ട്രെൻഡായിട്ട് അങ്ങനെ നിൽക്കല്ലേ? ട്രെൻഡല്ല, അത് കാലുമാറ്റത്തെയും കൂറുമാറ്റത്തെയും പ്രോത്സാഹിപ്പിക്കുന്ന ബി ജെ പിയുടെ ഒരു തെറ്റായ രാഷ്ട്രീയ സമീപനമാണ്. മറ്റു പാർട്ടിക്കാരെ ഞങ്ങളാരും അങ്ങനെ മറ്റു പാർട്ടികളിൽ നിന്ന് ആളുകളെ കൂട്ടമായി കൊണ്ടുപോകാൻ നോക്കാറില്ല. ഞങ്ങൾ അധികാരത്തിലുള്ളപ്പോഴും ചെയ്യാറില്ല. പക്ഷേ ഇവിടെ കാണുന്നത് എന്താണ്? നരേന്ദ്രമോദിയുടെ ഒരു രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ ബിലോ ദ ബെൽറ്റ്. അത് മാത്രമാണ് കോൺഗ്രസിന്റെ ഡിക്ലൈനിന്റെ, ഡീഗ്രഡേഷന്റെ സൂചനയല്ലേ അത്? കോൺഗ്രസ് ജീർണിക്കുമ്പോൾ അല്ലെങ്കിൽ ചെറുതാകുമ്പോൾ ആളുകൾ ഇറങ്ങി പോവല്ലേ? അതല്ല, അതങ്ങനെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. ആ ശ്രമം വിജയിക്കില്ല. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഭാരത് ജോഡോ യാത്ര രാഹുൽ ഗാന്ധി നടത്തി, കോടിക്കണക്കിന് ആളുകൾ അതിൽ പങ്കെടുത്തില്ലേ? കോൺഗ്രസിന്റെ ഏറ്റവും വലിയ ശക്തിയായി അത് മാറിയില്ലേ? ഇപ്പം ഞങ്ങൾ എല്ലായിടത്തും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയല്ലേ? പരാജയപ്പെട്ട സ്ഥലങ്ങളിൽ പോലും തിരിച്ചു വന്നുകൊണ്ടിരിക്കുകയാണ്. രാജസ്ഥാനിൽ പരാജയത്തിന് ശേഷം ഒരു മന്ത്രി ഉപതെരഞ്ഞെടുപ്പ് മത്സരിച്ചിട്ട് അവിടെ ഞങ്ങൾ ജയിച്ചു. അപ്പം പരാജയപ്പെട്ടിടത്ത് പോലും ജനങ്ങൾ വസ്തുതകൾ തിരിച്ചറിഞ്ഞുകൊണ്ട്, വസ്തുതകൾ മനസ്സിലാക്കിക്കൊണ്ട് കോൺഗ്രസിലേക്ക് തിരിച്ചു വരുന്ന കാഴ്ചയെ നമുക്ക് കാണാൻ കഴിയുന്നു. കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട 2 കോൺഗ്രസിന്റെ സ്തംഭങ്ങൾ AK ആന്റണിയും K കരുണാകരനുമായിരുന്നു. കോൺഗ്രസിന്റെ വളരെക്കാലത്തെ നേതൃമുഖങ്ങളായി നിന്ന 2 പേരുടെയും മക്കൾ ഇന്നിപ്പോ BJP-യിലാണ്. അപ്പോൾ ഒരാൾ പത്തനംതിട്ടയിൽ മത്സരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ കേരളത്തിലും ആ ട്രെൻഡ് ഉണ്ട്. അല്ല, അവർ പോയപ്പോൾ അവരുടെ കൂടെ അവരുടെ നിഴലല്ലാതെ ആരും പോയിട്ടില്ല, ആരും പോവുകയില്ല. പക്ഷെ എന്നാലും അത് കോൺഗ്രസ് അണികൾക്ക് കൊടുക്കുന്ന ഒരു ഷോക്കില്ല. തീർച്ചയായിട്ടും അതൊരു തെറ്റായ കാര്യമായി പോയി. ചെയ്യാൻ പാടില്ലാത്തായിരുന്നു അവർ 2 പേരും. അതിൽ പത്മജയ്ക്ക് ആ പാർട്ടി ഒത്തിരി അവസരങ്ങൾ കൊടുത്തു. അനിലിൻ്റെ പുതിയ ചെറുപ്പക്കാരനാണ്, അവസരമൊന്നും അങ്ങനെ കൊടുത്തില്ല. ചെയ്യാൻ പാടില്ലായിരുന്നു. ഒരു കോൺഗ്രസ്സുകാരന് നാളെ വളരെ അനായാസം വലിയ ലെഗസി, അച്ഛൻ്റെ വലിയ ലെഗസി നിൽക്കുമ്പോഴും പോയി BJP ചേരാമെന്ന് പറയുന്നത്, ഇപ്പോൾ ഇടതുപക്ഷം പറയുന്ന ഒരു കാര്യമുണ്ട്, ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആണെന്ന്. അതിന് അനുഗുണമായ കാര്യം ഇടതുപക്ഷത്തിൻ്റെ എത്രയോ ആളുകൾ ബംഗാളിൽ, ത്രിപുരയിൽ BJP-യോടൊപ്പം പോയി. CPM-ന്റെ എത്രയോ ഓഫീസുകൾ BJP ഓഫീസുകളായി. അപ്പം അതൊക്കെ മോഡിയുടെ ഒരു തെറ്റായ രാഷ്ട്രീയമാണ്. അധികാരമില്ലായ്മ ഒരു പ്രശ്നമല്ലേ? അധികാരം ഒരു പ്രശ്നം. പിന്നെ ആളെ ചാക്കിട്ട് പിടിക്കുക, ED CBI വെച്ച് പേടിപ്പിക്കുക, ഇങ്ങനെ ആളുകളെ കാലുമാറ്റുക, ഇങ്ങനെയൊക്കെയുള്ള ഒരു തെറ്റായ ഗുണകരമല്ലാത്ത രാഷ്ട്രീയം മോഡിയും അമിത്ഷായും കളിക്കുന്നു എന്നതുകൊണ്ടാണ് ഇന്ന് സംഭവിക്കുന്നത്. പക്ഷെ ഇതിൻ്റെ തിരിച്ചറിവ് വളരെ ഭയാനകമായിരിക്കും. ഒരു പതർച്ച ഉണ്ടാകുമ്പോൾ, താഴ്ച ഉണ്ടാകുമ്പോൾ ഇവർക്ക് കിട്ടാൻ പോകുന്ന തിരിച്ചടി വളരെ ശക്തമാണ്. ഇപ്പോൾ ഇലക്ഷന് ശേഷം വലിയ ഒഴുക്ക് കേരളത്തിൽ ഉണ്ടാവുമെന്നാണ് BJP നേതാക്കളുടെ ആത്മവിശ്വാസം. ഒരു ചുക്കും ഉണ്ടാവില്ല. ഇവിടുന്ന് ആരും പോകാൻ പോകുന്നില്ല. കേരളത്തിൽ ജനപിന്തുണയുള്ള ഒരു കോൺഗ്രസ് നേതാവും BJP-ക്കൊപ്പം പോവില്ല. ആരും പോയിട്ടില്ലല്ലോ ഇതുവരെ, നാളെയും പോവില്ല.